ഹായ്, എൻ്റെ പേര് രാഹുൽ എന്നാണ്. ഞാനൊരു ERP കൺസൾട്ടൻ്റാണ്. സോ നമ്മളിപ്പോൾ ERP നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റിനെ കുറിച്ചാണ് സംസാരിച്ച് വന്നിട്ടുള്ളത്. സോ ERP നെക്സ്റ്റിൽ ബേസിക്കായിട്ടുള്ള വീഡിയോസൊക്കെ മുന്നേ ഉണ്ട്, അതിൻ്റെ ഇൻസ്റ്റാളേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സോ അതിൽ വരുന്ന HR മോഡ്യൂളാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. അപ്പോൾ HR മോഡ്യൂൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് HR മോഡ്യൂളിൽ വരുന്ന ഓപ്ഷൻസാണ് ഇവിടെ കാണുന്നത്. സോ ബേസിക്കായിട്ടൊരു എംപ്ലോയി മാസ്റ്റർ ഉണ്ട്. സോ ഇതിലിപ്പോൾ ആക്റ്റീവായിട്ടുള്ള എത്ര എംപ്ലോയീസ് ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. പിന്നെ അവരുടെ ലീവ് മാനേജ്മെൻറ്റ്, പിന്നെ അവരുടെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സുകൾ, പിന്നെ ലീവ് ആപ്ലിക്കേഷൻ, ലീവ് അലോക്കേഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ, ലീവ് ബാലൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് HR മോഡ്യൂളിൽ വരുന്നത്. ഇപ്പോൾ ഒരു എംപ്ലോയി മാസ്റ്റർ എടുക്കുകയാണെങ്കിൽ ഇതുപോലെ ആയിരിക്കും വ്യൂ വരുന്നത്. ഓൾറെഡി ഉള്ള 2 എംപ്ലോയിൻ്റെ ലിസ്റ്റാണ് ഇവിടെ കാണുന്നത്. ആൻഡ് പുതിയ എംപ്ലോയിനെ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ആഡ് ചെയ്യാം. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് പുതിയ എംപ്ലോയീസിൻ്റെ വരിക. അവരുടെ പേര്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ജെൻഡർ, ഇതുപോലെ ഡേറ്റ് ഓഫ് ജോയിനിങ്, ആക്റ്റീവ്, ഇനാക്റ്റീവ് ആക്കി ഇടാം. നമുക്ക് സസ്പെൻഡ്, അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇനാക്റ്റീവ് ഇപ്പോൾ ഷോർട്ട് പീരീഡിലൊക്കെ ഒരു ലോങ് ലീവിനൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് എംപ്ലോയിനെ ഇനാക്റ്റീവ് ആക്കിയിട്ട് ഇടാം. സോ പിന്നെ വരുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്, ഡെസിഗ്നേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. സോ ഇവിടെ റിപ്പോർട്ട്സ് ടു ഉണ്ട്. റിപ്പോർട്ട്സ് ടു വരുന്നത് ഈ എംപ്ലോയി ആരെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, എന്താണ് ഡെസിഗ്നേഷൻ, നമുക്കിതിൽ ബേസിക്കായിട്ടുള്ള ഡെസിഗ്നേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ ഇൻറ്റേർണലി നമ്മുടെ കമ്പനിയുടെ ഡിപ്പാർട്ട്മെൻറ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഒരു എംപ്ലോയിനെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഫോട്ടോ ആഡ് ചെയ്യാം, എംപ്ലോയിയുടെ ഫോട്ടോ ആഡ് ചെയ്യാം. പിന്നെ അവരുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു അക്കൗണ്ടൻ്റ് ആണെങ്കിൽ ഇതുപോലെ അക്കൗണ്ടൻ്റ് ഡാറ്റ ഇതുപോലെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പിന്നീട് അതിനെ കാറ്റഗറൈസ് ചെയ്യാനും ഫിൽറ്റർ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ഓപ്ഷൻസൊക്കെ ഉണ്ട്. പിന്നെ എംപ്ലോയിയുടെ ഒരു ജോബ് ഓപ്പണിംഗ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, ജോയിനിങ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഡാറ്റാസാണ് ഇത്. ബേസിക്കലി നമുക്ക് ജോബ് ആപ്ലിക്കൻ്റ്, അതായത് നമ്മുടെ ജോബ് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് തൊട്ടിട്ട് നമുക്കിതിൽ ഹാൻഡിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു ജോബ് ആപ്ലിക്കൻ്റായിട്ടാണ് ആ ഒരു ആപ്ലിക്കൻ്റായിട്ടാണ് വന്നിട്ടുള്ളതെങ്കിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവും. അപ്പോൾ ഓഫർ കൊടുത്ത ഡേറ്റ്, കൺഫർമേഷൻ, കോൺട്രാക്റ്റ് ആണെങ്കിൽ എൻഡ് ചെയ്യുന്ന ഡേറ്റ്, നോട്ടീസ് പീരീഡ്, ഇതെല്ലാം ഇതിൽ മെൻഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആൻഡ് പിന്നെ വരുന്നത് അവരുടെ പേഴ്സണലായിട്ടുള്ള അഡ്രസ്സ് കാര്യങ്ങൾ, അവരുടെ എമർജൻസി കോൺടാക്ട്സ്, റിലേഷൻസ് കാര്യങ്ങളൊക്കെ, പിന്നെ അവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ അറ്റൻഡൻസ് ആൻഡ് ലീവ്. സോ ഇത് നമുക്ക് ERP നെക്സ്റ്റ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ നമുക്ക് നമ്മുടെ ഇപ്പോൾ ഉപയോഗിക്കുന്ന ബയോമെട്രിക് ആയിട്ട് നമുക്ക് ഇൻ്റഗ്രേഷൻ പോസിബിളാണ്. അപ്പോൾ ബയോമെട്രിക്കിൻ്റെ ഒരു ID നമ്മൾ ഓരോ എംപ്ലോയിയിലും മാസ്റ്ററിലും കൊടുക്കേണ്ടതുണ്ട്. പിന്നെ നമ്മുടെ ഡിഫോൾട്ടായിട്ട് വരുന്ന ഹോളിഡേ, കമ്പനിയുടെ ഹോളിഡേ ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ 2024 എന്ന് പറഞ്ഞിട്ടൊരു ഹോളിഡേ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയുടെ ഹോളിഡേ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഹോളിഡേ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പുതിയത് ഇതുപോലെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിപ്പോൾ നമുക്ക് ഫ്രം ഡേറ്റ് ജനുവരി തൊട്ട് 24 ഡിസംബർ വരെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിലുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചർ കാണിച്ചു തരാം. അതായത് നമ്മൾ ഇന്ത്യ, KL, അതായത് ഓരോ സംസ്ഥാനത്തിലും ഇതുപോലെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് കൊടുത്തിട്ട് നമ്മൾ ആഡ് ടു ഹോളിഡേ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ വരുന്ന ഈ 2024 വരുന്ന ഓണം, അതുപോലെ ക്രിസ്മസ്, ഈദ്, അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ഇതിൽ ഹോളിഡേ ലിസ്റ്റായിട്ട് വരും. പിന്നെ നമ്മുടെ സൺഡേ എല്ലാം നമുക്ക് ഹോളിഡേ ആയിട്ട് വരും. സോ അതിവിടെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. വീക്കിലി ഏത് ഡേയ്സാണ് ഓഫ്, സൺഡേ ആണെങ്കിൽ അങ്ങനെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ കൗണ്ടും കാണാൻ പറ്റും, ടോട്ടൽ ഹോളിഡേ എന്ന് പറയുന്നത്. സോ ഇത് എംപ്ലോയിയുടെ മാസ്റ്ററിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ എംപ്ലോയി നമ്മുടെ ലീവ് അലൊക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഈ ഹോളിഡേ ലിസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. സോ പിന്നെ വരുന്നത് അവരുടെ CTC, സാലറിയായി ബന്ധപ്പെട്ടുള്ള CTC കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സാലറി മോഡ്, ഇപ്പോൾ ബാങ്കാണ് കൊടുക്കണമെങ്കിൽ അവരുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ്, അക്കൗണ്ട് നമ്പർ കാര്യങ്ങളൊക്കെ ഇവിടെ സേവ് ചെയ്ത് വെക്കാൻ വരും. ഇത് അക്കൗണ്ട്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഇവരുടെ ഏത് കോസ്റ്റ് സെൻറ്ററിലാണ് ഇവരുടെ സാലറി എന്ന് പറയുന്നത്. സോ പിന്നെ വരുന്നത് പേഴ്സണലായിട്ടുള്ള, വെരി പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ, മെറിറ്റൽ സ്റ്റാറ്റസ്, ബ്ലഡ് ഗ്രൂപ്പ്, ഹെൽത്തിൻ്റെ കണ്ടീഷൻസ്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ പാസ്പോർട്ട്, ആധാർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സേവ് ചെയ്ത് വയ്ക്കാനുള്ള ഓപ്ഷനുണ്ട്.
പിന്നെ ഇവരുടെ പ്രൊഫൈലിൽ വന്നിട്ട് ഇവരുടെ എഡ്യൂക്കേഷൻ കാര്യങ്ങൾ, പ്രീവിയസ് വർക്ക് എക്സ്പീരിയൻസ്, ഹിസ്റ്ററി ഇൻ കമ്പനി, നമ്മുടെ ഇൻറ്റേർണലി ഉള്ള ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഇവിടെ സേവ് ചെയ്ത് വയ്ക്കാൻ പറ്റും. പിന്നെ എക്സിറ്റിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. എക്സിറ്റ് എന്ന് വെച്ചാൽ ഈ കമ്പനിയിൽ നിന്ന് ഈ ഒരു എംപ്ലോയി എക്സിറ്റ് അടിക്കുകയാണെങ്കിൽ അതിൻ്റെ റെസിഗ്നേഷൻ്റെ കാര്യങ്ങൾ, ബാക്കി കുറച്ച് പാരാമീറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. റിലീവിങ് ഡേറ്റ് കാര്യങ്ങളൊക്കെ, ഈ റിലീവിങ് ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഡേറ്റ് കഴിഞ്ഞാൽ എംപ്ലോയി ഓട്ടോമാറ്റിക് ഇനാക്റ്റീവ് ആയിട്ടിരിക്കുന്നതായിരിക്കും. പിന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചെറിയ ഡാഷ്ബോർഡ് അല്ലെങ്കിൽ നമ്മുടെ ഡോക്യുമെൻറ്റ്സ്, മറ്റ് ഡോക്യുമെൻറ്റ്സൊക്കെ ആയിട്ട് ഈ എംപ്ലോയി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇതിവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഈ ഒരു എംപ്ലോയി ലീവ് അലോക്കേഷൻ, ഈ ഒരു എംപ്ലോയിക്ക് ലീവ് അലോക്കേഷൻ നടന്നിട്ടുണ്ട്. അതായത് ഇതെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു എംപ്ലോയിക്ക് കാഷ്വൽ ലീവ് ജനുവരി 1 മുതൽ 31 വരെ 12 ലീവാണ് ഉള്ളത്. സോ ഇതുപോലെ നമുക്ക് ഓരോ എംപ്ലോയിക്കും ലീവ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ അങ്ങനെ നമുക്ക് ലീവ് അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ എംപ്ലോയി പോർട്ടലുണ്ട് ഇതിന്. അപ്പോൾ ലീവ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എംപ്ലോയി പോർട്ടലിന് ഓരോ എംപ്ലോയീസും ഇപ്പോൾ നമുക്ക് ഓരോ എംപ്ലോയീസും നമുക്ക് ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ ലീവ് ആപ്ലിക്കേഷൻ എംപ്ലോയിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് തന്നെ സ്റ്റിൽ കാണാൻ പറ്റും എത്ര ലീവിന് ബാക്കിയുണ്ട്. ഇതിലിപ്പോൾ കാഷ്വൽ ലീവ് മാത്രമാണ് ഉള്ളത്. സോ കാഷ്വൽ ലീവ് ഇതുപോലെ നമുക്ക് ആനുവൽ ലീവ്, കാഷ്വൽ ലീവ് ഇതുപോലെ നമുക്ക് ഓരോ ലീവും ക്രിയേറ്റ് ചെയ്തിട്ട് അത് നമുക്ക് എംപ്ലോയിലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു കാഷ്വൽ ലീവാണ് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അത് 12 ലീവ് ഉണ്ട്. എക്സ്പയർ ആവുന്നത് നമ്മൾ ഡേറ്റ് കൊടുത്ത് എക്സ്പയർ ആവും. അതായത് നമ്മുടെ ഡിസംബർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എക്സ്പയർ ആവും. അത് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എത്ര എണ്ണം യൂസ് ചെയ്തിട്ടുണ്ട്, പെൻഡിങ് ഏതെങ്കിലും റിക്വസ്റ്റ് അപ്രൂവലിൽ നിൽക്കുന്നുണ്ടോ കാര്യങ്ങളൊക്കെയാണ് അറിയാനുള്ളത്. ഇനി അവൈലബിൾ ആയിട്ടുള്ള 12 ഉണ്ട്. അപ്പോൾ നമുക്ക് യൂസർ ഒരു 6 ആണെങ്കിൽ ഇനി ബാലൻസ് 6 അവിടെ കാണിക്കുള്ളൂ. അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ന് തൊട്ട് എന്ന് വരെയാണ് ലീവ് എന്നുള്ളത് നമുക്കിവിടെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ 9 ലീവ് ഓട്ടോമാറ്റിക് ഡേറ്റ് കൊടുക്കുമ്പോൾ 9 ലീവ് ഇവിടെ കാണിക്കും. ഇത് പിന്നെ ലീവ് ആരാണ് അപ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അത് എംപ്ലോയിയുടെ ഉള്ളിൽ നമ്മളിപ്പോൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് അവിടെ വരുന്നതായിരിക്കും. പിന്നെ ആ ഒരു അതോറിറ്റിക്കായിരിക്കും ഈ ലീവിനെ റിവ്യൂ ചെയ്യാനും നമ്മുടെ അപ്രൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നത്. സോ ഇത്രയാണ് എംപ്ലോയി മാസ്റ്റേഴ്സ് വരുന്നത്. പിന്നെ HR വരുന്നത് ലീവ് ആപ്ലിക്കേഷൻ ഇപ്പോൾ പറഞ്ഞു. പിന്നെ HR ഒരു ഡാഷ്ബോർഡ് വരുന്നുണ്ട്. പിന്നെ റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് മെയിനായിട്ട് വരുന്നത് നമ്മുടെ ഇതുപോലെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ബ്രാഞ്ച്, ഡിപ്പാർട്ട്മെൻറ്റ്, ഡെസിഗ്നേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ എംപ്ലോയി ഗ്രൂപ്പ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. അവരുടെ അപ്രൈസലുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ലീവ് ആപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞു. പിന്നെ കോമ്പൻസേറ്ററി ലീവ് റിക്വസ്റ്റ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ലീവ് ആപ്ലിക്കേഷൻ അടിക്കുന്ന പോലെ തന്നെ നമുക്ക് കോമ്പൻസേറ്ററി ആയിട്ട് നമ്മൾ ഏതെങ്കിലും ലീവിനെ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷനാണ്. പിന്നെ നമുക്കൊരു HR സെറ്റിങ്സ് പേജ് വരുന്നുണ്ട്. അതിൽ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ അറ്റൻഡൻസ് ആണ് വരുന്നത്. സോ അറ്റൻഡൻസ് നമുക്ക് വരുന്നത് മാനുവലി അറ്റൻഡൻസ് ഇടാം. അതല്ലെങ്കിൽ പിന്നെ എംപ്ലോയി ചെക്കിനുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് നമ്മുടെ ഡിവൈസുമായിട്ട് കണക്ട് ചെയ്തിട്ട് ആ ചെക്കിനെ പിന്നെ അറ്റൻഡൻസ് ആയിട്ട് മാറ്റുന്ന രീതിയിലാക്കാൻ പറ്റും. അറ്റൻഡൻസ് എടുക്കുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു അറ്റൻഡൻസ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ഇതുപോലെ നമുക്ക് എംപ്ലോയിനെ നമുക്ക് ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഏത് കമ്പനിയായിട്ട്, ഇത് മൾട്ടി കമ്പനി റിലേറ്റഡ് ആണ്. സോ അതുകൊണ്ടാണ് ഇവിടെ കമ്പനി വരുന്നത്. സോ ഒരു എംപ്ലോയിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പേര്, ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ്, കമ്പനിയാണെന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. ഇങ്ങനെ നമുക്ക് മാനുവലി അറ്റൻഡൻസ് ഇടാം. ആബ്സെൻ്റ് ആണോ പ്രസൻ്റ് ആണോ, വർക്ക് ഫ്രം ഹോം, അങ്ങനത്തെ കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷിഫ്റ്റ് ബേസ്ഡ് അറ്റൻഡൻസ് ഇടാൻ പറ്റും. നമുക്കിപ്പോൾ മൾട്ടിപ്പിൾ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാനും അതിൻ്റെ ബേസിൽ അറ്റൻഡൻസ് ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി ഇവിടെ മാർക്ക് അറ്റൻഡൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. സോ നമുക്ക് മന്ത്ലി ഒക്കെ അറ്റൻഡൻസ് ഇടണമെങ്കിൽ ഇതുപോലെ നമുക്ക് ക്വിക്കായിട്ട് നമുക്ക് അറ്റൻഡൻസ് ഇടാവുന്നതാണ്. സോ അങ്ങനെ നമ്മൾ അറ്റൻഡൻസ് ഇടുന്ന സമയത്ത് ക്വിക്കായിട്ട് തന്നെ ഒരു മന്ത്ലി അറ്റൻഡൻസൊക്കെ നമുക്ക് ഇതുപോലെ വരുന്നതായിരിക്കും.
സോ പിന്നെ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു മന്ത്ലി അറ്റൻഡൻസ് ഷീറ്റ് ഉണ്ട്. സോ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഓരോ ദിവസത്തെ അറ്റൻഡൻസ് പ്രസൻ്റ് ആണെങ്കിൽ ഗ്രീനിൽ കാണിക്കും, ആബ്സെൻ്റ് ആണെങ്കിൽ റെഡിൽ കാണിക്കും, ലീവിലാണെങ്കിൽ നമുക്ക് ബ്ലൂവിൽ കാണിക്കും. അപ്പോൾ ഓരോ ദിവസത്തെയും അറ്റൻഡൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ നമ്മുടെ ഇപ്പോൾ ഓരോ എംപ്ലോയിനെ ലിസ്റ്റ് ചെയ്ത് ഫിൽറ്റർ ചെയ്ത് കാണണമെങ്കിൽ ഓരോ എംപ്ലോയിനെ സ്പെസിഫൈ ചെയ്ത് കാണാൻ പറ്റും. ഇനി ഗ്രൂപ്പ് ബൈ ബ്രാഞ്ചും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയൊക്കെ നമുക്ക് ഗ്രൂപ്പായിട്ട് കാണണമെങ്കിൽ അതുപോലുള്ള ഓപ്ഷൻ ഉണ്ട്. സമ്മറൈസ്ഡ് വ്യൂ ആണെങ്കിൽ ഇതുപോലെ അറിയാൻ പറ്റും. നമ്മൾ ടോട്ടൽ പ്രസൻറ്റ് എത്രയാണ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഇനി നമുക്കിത് എക്സലിലേക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കണമെങ്കിലുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ. എക്സലിലേക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് HR മോഡ്യൂൾ വരുന്നത്. പിന്നെ ഇവരുടെ എംപ്ലോയി റിക്രൂട്ട്മെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ മന്ത്ലി അറ്റൻഡൻസ് ഷീറ്റ് വരുന്നുണ്ട്, എംപ്ലോയിയുടെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ വെച്ചിട്ടുള്ള റിപ്പോർട്ട്, ഇങ്ങനത്തെ കുറച്ച് യൂസബിൾ ആയിട്ടുള്ള റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മോസ്റ്റ്ലി ഈ ഡാറ്റാസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മാക്സിമം നമുക്കിതിൻ്റെ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ റിക്വയർമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. പിന്നെ നമുക്കിതിനൊരു പേറോൾ വരുന്നുണ്ട്. ആ പേറോളിൽ വരുന്നത് നമ്മുടെ ഒരു എംപ്ലോയി പോർട്ടൽ വരുന്നുണ്ട്. അപ്പോൾ എംപ്ലോയി പോർട്ടലിൽ HR ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ എംപ്ലോയി പോർട്ടലിൽ നമുക്ക് അറ്റൻഡൻസ് ഇടാനും ഉള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഫീൽഡ് സ്റ്റാഫ് ആണെങ്കിൽ നമുക്ക് അറ്റൻഡൻസൊക്കെ റിമോട്ട്ലി ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇതിൻ്റെ നമ്മുടെ പേറോള്, നമ്മുടെ സാലറി സ്ട്രക്ചർ ഓരോ എംപ്ലോയിക്കും അസൈൻ ചെയ്ത് കൊടുക്കുന്നതിന് ബേസിൽ നമുക്ക് അവരുടെ ലീവും കാര്യങ്ങളൊക്കെ ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് സാലറി ഓട്ടോമാറ്റിക്കായിട്ട് പ്രോസസ്സ് ചെയ്യാൻ പറ്റും. സോ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാലറി സ്ലിപ്പും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ഇമെയിൽ പോകുന്ന രീതിയിൽ അല്ലെങ്കിൽ വാട്സപ്പ് പോകുന്ന രീതിയിലൊക്കെ നമുക്ക് കോൺഫിഗർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ എംപ്ലോയിന് ബേസിക് ആയിട്ടുള്ള നമ്മുടെ എക്സ്പെൻസ് ക്ലെയിമുകൾ, അഡ്വാൻസ് വല്ലതും മേടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അത്രയും കാര്യങ്ങളൊക്കെ നമുക്കിതിൽ ഹാൻഡിൽ ചെയ്യാനുള്ള ഓപ്ഷൻ HR-ലുണ്ട്. മാത്രമല്ല ഈ പറഞ്ഞ പോലെ നമുക്ക് വേണ്ട രീതിയിൽ ഇതിനെ കസ്റ്റമൈസ് ചെയ്ത് എടുക്കാനും പറ്റും. പിന്നെ പേറോൾ ഉണ്ട്, അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിലായിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ ERP നെക്സ്റ്റിൻ്റെ ഒരു എല്ലാവർക്കും അറിയുന്ന പോലെ ഇതൊരു ഫ്രീ ഓപ്പൺ സോഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ HR-ൻ്റെ റിക്വയർമെൻറ്റ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ അതിനുള്ള ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു അസിസ്റ്റോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇംപ്ലിമെൻറ്റേഷൻ പാർട്ട്നേഴ്സിനെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. നമ്മുടെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.